വേണമെങ്കിൽ സൂപ്പ് രൂപത്തിലുള്ളത്, ജ്യൂസ് രൂപത്തിലുള്ളത്, അങ്ങനത്തതൊക്കെ കൊടുക്കുക. ഇനി വല്ല ചാൻസിലും ഛർദിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ദ്രാവക രൂപത്തിലുള്ളത് കൊടുക്കുക. 2-ാം ദിവസം തൊട്ട് പിന്നെ കുട്ടികൾക്ക് എന്ത് ഭക്ഷണമാണോ അവരിഷ്ടപ്പെടുന്നത് അതിലെന്തും കൊടുക്കാം എന്നുള്ളതാണ്. ഇനി കുട്ടികൾക്ക് പോകുമ്പോൾ അവരെ കയ്യിൽ ഒരുപാട് മരുന്നുകൾ കൊടുത്തയക്കുന്നുണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ഒന്ന്, ഈ മുറി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അമോക്സിലിൻ, ക്ലാവുലാനിക് ആസിഡ് മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ. രണ്ടാമതായിട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേലാകർമ്മം ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ആ കൊടുക്കുന്ന ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയും, തരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുമല്ലോ, ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുമൂലം ഒരു വേദന തടയാൻ വേണ്ടി ഒരു 6 മണിക്കൂർ മേലെ സമയമാണ് നിലനിൽക്കുക അതിൻ്റെ ഒരു ആക്ഷൻ. അത്രയും നേരം കുട്ടിക്ക് ആ ഒരു കൊടുത്ത ഇഞ്ചക്ഷൻ്റെ പേരിൽ തന്നെ വേദന ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞാലും കുട്ടിക്ക് വേദന അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേദന സംഹാരികൾ നമ്മൾ കൊടുക്കും. ബ്രൂഫൻ പ്ലസ് പാരസ്റ്റമോൾ